ഹായ് ഹലോ, രാവിലെ പൊള്ളിച്ചൊരു റെസിപ്പിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ: ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 1 സ്പൂൺ വിനെഗർ ആഡ് ചെയ്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ആവോലിയാണ് പൊള്ളിക്കാൻ എടുത്തിട്ടുള്ളത്. ആ 2 ആവോലിയിലേക്ക് നന്നായി മസാല പിടിപ്പിച്ച് വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. വേഗമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗമാക്കാം, ഒന്നും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് മസാല കോട്ടായിട്ട് നിൽക്കണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കണം. എന്നാൽ മാത്രമേ മസാല നന്നായിട്ട് മീൻ പിടിച്ചെടുക്കുള്ളൂ. പിന്നെ പൊള്ളിക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മസാല നന്നായിട്ട് ഒരു 10 മിനിറ്റ് അതിൽ വേകുമ്പം നന്നായിട്ട് പിടിക്കും. ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. മീൻ അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം കുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് വീഡിയോസ് എത്താൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. മീൻ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അത് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. 2 സൈഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനിനെ കോരിയെടുത്ത് മാറ്റാം. ആ പാനിൽ തന്നെയാണ് ഞാനിനി മസാല ഉണ്ടാക്കുന്നത്. ആ പാനിലുള്ള മീനിൻ്റെ ആ മുളകിൻ്റെ പൗഡറൊക്കെ ഒന്ന് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. അതിലേക്ക് വീണ്ടും ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് ഒരു 3 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസ് സവാളയാണ്, അതുകൊണ്ടാണ് 3 ആഡ് ചെയ്തിട്ടുള്ളത്. ബിഗ് ആയിട്ടാണെങ്കിൽ 2 ആഡ് ചെയ്താൽ മതി. അത് നന്നായി വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 3 തക്കാളി, ചെറിയ തക്കാളിയാണ്, ഒരു മീഡിയം സൈസിൽ വരുന്നത്, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിലേക്ക് ഓപ്ഷണലായിട്ട് ചെയ്തിട്ടുള്ളത് മാങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പുളിവെള്ളം ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ ബട്ടറായിട്ട് തോന്നും, മാങ്ങയാണത്. മാങ്ങ ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ആഡ് ചെയ്തിട്ട് നല്ലൊരു പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീനൊക്കെ നല്ലൊരു പുളിപ്പുണ്ടെങ്കിലല്ലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടുക, പൊള്ളിക്കുന്നതായതുകൊണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൗഡറും കുരുമുളക് പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, നല്ല എരിവൊന്നുമില്ല. ഇങ്ങനെ ആക്കി നോക്കുക. കാശ്മീരി മുളക് പൗഡറാണ് ഞാൻ ആഡ് ചെയ്തത്. നന്നായി പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനത് നല്ല കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്തിട്ടാണുള്ളത്. നല്ലൊരു പേസ്റ്റ് രൂപത്തിലൊരു മസാലയാക്കി എടുത്തിട്ടുണ്ട് ഞാനിതിനെ. വീഡിയോ കാണുന്നവർ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ വാഴയില ചൂടാക്കി എടുക്കുന്നുണ്ട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. വാഴയിലൊക്കെ 2 സൈഡ് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇല കീറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതെല്ലാവർക്കും അറിയുന്നത് തന്നെ. വീണ്ടും ഞാൻ ആ ഇല വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മീൻ വെച്ചിട്ട് മസാലയൊക്കെ വെച്ചിട്ട് ഇത് കെട്ടാനുള്ള വലിയ ഐഡിയാസൊന്നും എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് എങ്ങനെയല്ലോ ഞാൻ നൂലൊക്കെ വെച്ചിട്ടാണ് ഇത് കെട്ടിയത്. ഇത് കെട്ടിയാലും എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകലുണ്ട്. കാരണം നമ്മൾ വാഴയിലേൻ്റെ ഇതുകൊണ്ട് കെട്ടുമ്പോൾ അത് പൊട്ടിപ്പോകലുണ്ട്. ഇത്തവണ പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. അതെന്തായിട്ടൊന്ന് കണ്ടു നോക്കാം. ഞാൻ നൂല് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ടൈറ്റിൽ തന്നെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മസാലേൻ്റെ മണവും ഒന്നും പുറത്തേക്ക് പൊട്ടിപ്പോവാണ്ട് കിട്ടണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്തായിട്ടും ട്രൈ ചെയ്യണം. ഇത് ഉണ്ടാക്കുന്ന ദിവസം അപ്പമാണോ എന്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഉണ്ടാക്കിക്കോളൂ. കാരണം മതിയാവില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള മസാല അടിയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതിന് മസാല കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മീൻ പൊള്ളിക്കാൻ അറിയുന്നവരും ഇനി ഈ ഒരു മോഡൽ അറിയാത്തവർ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തിട്ട് എന്തായിട്ട് കമൻറ്റും ഫീഡ്ബാക്കും പറയണേ. അത്രക്കും ടേസ്റ്റാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ 2 മീനും നൂല് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി ടൈറ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു തവയിലാണ് ഇത് ഞാൻ ചൂടാക്കിയെടുക്കുന്നത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ്സ് ഓപ്പോസിറ്റായിട്ട് 2 സൈഡായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്നാവും. രാത്രി ഡിന്നറിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. ഇവിടെ ഒരു ടൈറ്റുള്ള എന്തെങ്കിലും മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അത് നന്നായിട്ട് അമർന്ന് നിൽക്കും. ഞാൻ ഇവിടെ ഒരു മൂടി വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റുള്ള മൂടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നല്ല ഇതായിട്ട് നിൽക്കും. ഇവിടെ മീൻ പൊള്ളിച്ചതായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുക്കുക. മീൻ പൊള്ളിച്ചത് ഇവിടെ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. നല്ല മണവും ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് സൂപ്പർ സാധനമാണ്. ഇത് എന്തായിട്ടും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.